പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലെന്ന സൂചന. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ വൻ പോലീസ് സന്നാഹം. കോടതി പിരിയാതെ തുടരുന്നത് പോലീസ് നിർദ്ദേശത്തെ തുടർന്നെന്നും വിവരങ്ങളുമായി ജോസഫ് ചേരുന്നു. ജോസഫ്, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലെന്ന് ഒരു സൂചന ലഭിക്കുന്നുണ്ട്. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ വൻ പോലീസ് സന്നാഹമാണ്. കോടതി പിരിയാതെ തുടരുന്നതും മജിസ്ട്രേറ്റ് അവിടെ തന്നെ തുടരുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു ബലം കൂടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലാണെന്നുള്ളൊരു വിവരമൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണ് പ്രഥമ ദൃഷ്ട്യാ വരുന്ന വിവരങ്ങൾ. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. രാഹുൽ മാങ്കൂട്ടൻ ഹോസ്ദുർഗ് കോടതിയിലേക്ക് ഹാജരാകുമെന്നൊരു അഭ്യൂഹത്തെ തുടർന്ന് വലിയ പോലീസ് സന്നാഹത്തെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, കോടതി ഇതുവരെയും പിരിഞ്ഞിട്ടില്ല. വൈകിയും ഏറെ എന്തുകൊണ്ടാണ് ജഡ്ജി ഇത്രയും നേരം ഈ ഡൈസിൽ തുടരുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സുള്ളിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് എത്രയും വേഗം എത്തിച്ചേരാൻ പറ്റുന്ന രണ്ട് കോടതികൾ, ഒന്ന് കാസർഗോഡ് കോടതിയും അതുപോലെ തന്നെ ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്തിച്ചേരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാക്കുന്നത്. അല്പസമയം മുമ്പ് വരെ പോലീസ് വലിയ രീതിയിലുള്ള നിരീക്ഷണമാണ് ഈ കോടതി പരിസരത്ത് എത്തിയത്. കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ പോലീസ് അതായത് ഇയാൾക്കൊപ്പമുള്ള ആളെ കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അയാളുടെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയതായി പോലീസ് നേരത്തെ സൂചന നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടം കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിശ്വസിക്കപ്പെടുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ കോടതി പരിസരത്ത് നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ പിൻവാങ്ങലിന്റെ പിന്നിലെ ഉദ്ദേശം എന്ന് ഇതുവരെയും വ്യക്തമല്ല. മാധ്യമങ്ങളുടെ ശ്രദ്ധ ഒരുപക്ഷെ തിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ തിരിക്കാനാണോ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സുള്ളിയ ഭാഗത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടം എത്തിച്ചേരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് കാഞ്ഞങ്ങാടും കാസർഗോഡുമാണ്. എത്രയും വേഗത്തിൽ ആളുകളുടെ ശ്രദ്ധ അധികം പതിയാതെ ഈ ഭാഗത്തേക്ക് എത്തിച്ചേരാം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കോടതിക്കുള്ളിൽ കയറാമെന്നൊരു കണക്കുകൂട്ടൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ പതുക്കെ ഈ കോടതി പരിസരത്ത് നിന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം കസ്റ്റഡിയിലായതിന്റെ സൂചനയായിരിക്കാം ഒരു പക്ഷേ പോലീസിന്റെ ഈ പിന്മാറ്റം എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജഡ്ജി ഇപ്പോഴും ഈ ഡൈസിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഈ സംഭവം അറിഞ്ഞ് യുവജന പ്രസ്ഥാനങ്ങൾ, BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഉടൻ തന്നെ MLA പദവി രാജിവെക്കണമെന്ന ഒരാവശ്യമാണ് ഇവർ പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത്. എന്തായാലും പോലീസ് ഇയാളെ പിടികൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെങ്കിൽ കൂടിയും പോലീസിന്റെ പിടിയിലാണ്, പോലീസിന്റെ റഡാറിലാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന കാര്യത്തിൽ 100% ഉറപ്പിക്കാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കുറേയധികം സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുമായി, ചിറ്റാരിക്കാലിലുള്ള ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടം. അകമഴിഞ്ഞ് പാർട്ടിക്കപ്പുറം വ്യക്തിപരമായ ചില സഹായങ്ങൾ ഈ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. ഒരു പക്ഷേ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഈ ഹോസ്ദുർഗ് കോടതിയിൽ പതിഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ പയ്യന്നൂർ കോടതിയിലേക്ക് നാളെ ഹാജരാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും പോലീസ് ഇയാളെ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ഇനിയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നില്ല. പക്ഷേ ചില സൂചനകൾ പ്രകാരം, ഒരു ശക്തമായ സൂചനകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടം പോലീസിന്റെ കസ്റ്റഡിയിലായി എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. അത് സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ വ്യക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അരുണിമ. ജോസഫ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊരു സൂചന ലഭിക്കുന്നു. അതുമാത്രമല്ല, കോടതി വളപ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് BJP പ്രവർത്തകരൊക്കെ അവിടെ സംഘടിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രദേശം ഒരു സംഘർഷഭരിതമാകാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അരുണിമ, തീർച്ചയായും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. BJP പ്രവർത്തകരും DYFI പ്രവർത്തകരും ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. കോടതി വളപ്പിലാണ് ഇത്തരത്തിൽ തടിച്ചു കൂടിയിട്ടുള്ളത്. അത്തരത്തിൽ നീചമായ പ്രവൃത്തി ചെയ്ത ആളുകളെ കൈകാര്യം ചെയ്യണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി വന്നിരിക്കുന്നവരാണ് പലരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. MLA പദവി ഉപയോഗിച്ചുകൊണ്ട്, കേരളത്തിലെ ഒരു സുപ്രധാന പാർട്ടിയുടെ പദവി ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിഞ്ഞാട്ടമാണ് രാഹുൽ
മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ധാർമ്മികത ഉയർത്തി കാണിച്ച് ഇത്തരത്തിൽ ജനങ്ങൾ നൽകിയ MLA പദവി രാജിവെക്കണമെന്നൊരാവശ്യമാണ് ഈ യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. BJPയും DYFഐയും യുവമോർച്ചയും ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം കസ്റ്റഡിയിലായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലഭിക്കുന്ന സൂചനകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ശക്തമായ സൂചനകളാണ് പോലീസിന്റെ ചില ഭാഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വലിയ രീതിയിൽ സുരക്ഷ, കോടതിക്ക് ചുറ്റും വലിയ രീതിയിൽ പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം എല്ലാ പോലീസുകാരും ഒന്നടങ്കം പിൻവലിയുന്ന ഒരു സാഹചര്യമാണ് കോടതി പരിസരത്തുണ്ടായത്. അതൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം പോലീസിന്റെ കസ്റ്റഡിയിലായതിന്റെ ഒരു സൂചനയായിരിക്കാം. മാത്രവുമല്ല, ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ ജഡ്ജി ഇവിടെ തുടരുന്നത് എന്നുള്ളതും വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 8 ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ പോലീസിന് വരുത്തിവെച്ച തലവേദന ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ ഹാജരാകുന്നതിന് മുമ്പ് ഈ പ്രതിയെ പിടിക്കുക എന്നുള്ളത് മുന്നോട്ടുള്ള കേസ് അന്വേഷണത്തിലും മുന്നോട്ടുള്ള കേസിന്റെ നടത്തിപ്പിലുമൊക്കെ ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്, ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടം കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പിടിയിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി പിരിഞ്ഞു പോകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. അരുണിമ. ജോസഫ്, ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നൊരു രീതിയിൽ ഒരു വാർത്ത വന്നിരുന്നു. അതിനുശേഷമാണ് അതിനു പിന്നാലെ കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലെ കൈയൊഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പിന്തുണ നഷ്ടപ്പെട്ടതാണോ ഇത്തരത്തിൽ ഒരു SITക്ക് മുന്നിൽ കീഴടങ്ങിയെന്നൊരു സൂചന വരുന്നു? ചിലപ്പോൾ രാഷ്ട്രീയ പിന്തുണ തനിക്ക് നഷ്ടമായി എന്നൊരു തോന്നലുണ്ടായപ്പോഴാണോ ഇത്തരത്തിൽ കീഴടങ്ങാമെന്നൊരു തീരുമാനത്തിലെത്താനുള്ള സാധ്യത? രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ കീഴടങ്ങുക എന്നുള്ളത് കേസിന്റെ നടത്തിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഞാൻ നിയമത്തെ അനുസരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ മുമ്പിൽ കീഴടങ്ങുക എന്ന് പറയുന്നത് അത് മുന്നോട്ടുള്ള കേസിന്റെ ഭാവിയെ കാര്യക്ഷമമായി ബാധിക്കുകയും ചെയ്യും. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒളിവിൽ കഴിയുന്ന ഒരു പ്രതിയെ പിടികൂടുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമാണ്. അതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ഇത്രയും റിസ്ക് രാഹുൽ മാങ്കൂട്ടം ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ ഈ പോലീസിന്റെ വലയത്തിലാക്കി കഴിഞ്ഞു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഇന്നലെ രാഹുൽ മാങ്കൂട്ടം സുള്ളിയ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് പോലീസിന് ധാരണയുണ്ട്. അതിനുശേഷം സുള്ളിയിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് ഈ കാഞ്ഞങ്ങാട് കോടതിയാണ്. കാഞ്ഞങ്ങാട് കോടതിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രമാദമായ ചില കേസുകളിലെ പ്രതികൾ ഹാജരായത് ഈ കാഞ്ഞങ്ങാട് കോടതിയിലാണ്. അങ്ങനെ ആ മാധ്യമങ്ങളുടെ ഒന്നും അധിക ശ്രദ്ധ പതിയാത്ത എത്രയും വേഗത്തിൽ കോടതിയിൽ ഹാജരാകാൻ കഴിയുന്ന ഒരു കോടതി കൂടിയാണ് ഈ കാഞ്ഞങ്ങാട് കോടതി. ഈ സരിത S. നായർ ഉൾപ്പെടെ കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് കോടതിയിലാണ് ഹാജരായത്. അങ്ങനെ അത്തരത്തിലൊരു ട്രാക്ക് കൂടി ഈ കാഞ്ഞങ്ങാട് കോടതിക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇങ്ങോട്ടേക്ക് എത്തിയേക്കുമെന്നുള്ളൊരു അഭ്യൂഹം ശക്തമായിട്ടുള്ളത്. മാത്രമല്ല, അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ സഹായിക്കുന്ന ഒരാളുടെ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. ഇത് രാവിലെ മറ്റൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ റേഞ്ച് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒരു പ്രധാനപ്പെട്ട അഭിഭാഷകൻ, ആ അഭിഭാഷകന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം ഈ കോടതിയിൽ ഹാജരാകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്ന് വിവരം പുറത്തു വന്നിരുന്നു. ഈ അഡ്വക്കേറ്റിന്റെ അടക്കം മൊബൈൽ ഫോണുകൾ പലപ്പോഴും സ്വിച്ച് ഓഫ് ആകുകയും അതിന്റെ ലൊക്കേഷൻ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടം പിടിയിലായിട്ടുണ്ട് എന്നുള്ള ശക്തമായ സൂചനകളെ ശരിവെക്കുന്ന തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് സന്നാഹം പകുതിയോളം ഈ കോടതി പരിസരത്ത് നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അവർ ഇത്തരത്തിലുള്ള വലിയ വാനുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ പോലീസിന്റെ കസ്റ്റഡിയിലായതിന്റെ സൂചനയായിരിക്കാം ഇതെന്നാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അരുണിമ. ജോസഫ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. അറസ്റ്റ് വേണമെന്നുള്ള ആവശ്യവും തള്ളിയിരിക്കുന്നു. പാർട്ടിയും പുറത്താക്കിയിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി ടിക്കറ്റിലുള്ള MLA സ്ഥാനം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടയ്ക്കൊന്ന് ഫോൺ ഓൺ ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് ഫോൺ ഓഫ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടികളൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത തീരുമാനം?
അരുണിമ, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിനങ്ങൾ ഏറെ നിർണായകമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ധാർമ്മികത ഉള്ളൊരു മനുഷ്യനല്ല. ധാർമ്മികത ഉള്ളൊരു മനുഷ്യനാണെങ്കിൽ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുകയില്ല. ധാർമ്മികത ബോധം ഒരുപക്ഷെ അത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാജിവെക്കാത്തത്. പാർട്ടിയുടെ ഒരു പ്രവർത്തനങ്ങൾക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടുപോകരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുതിർന്ന നേതാവായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം വ്യക്തമാണ് ജോസഫ്. കൂടുതൽ വിവരങ്ങളുമായി ആന്റണി